1 കോടി രൂപ സമ്മാനം അടിച്ചാൽ 10% ഏജന്റ് കമ്മീഷനായിട്ട് കൊടുക്കണം. അപ്പൊ ഈ 1 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം രൂപ. അപ്പൊ പിന്നെ 90 ലക്ഷം രൂപയാണ് ലോട്ടറി അടിച്ചവന് കിട്ടുക. 27 ലക്ഷം രൂപ TDS ആയിട്ട് ഈ 90 ലക്ഷത്തിൽ നിന്ന് പിടിക്കും. 63 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. ഈ 63 ലക്ഷം രൂപയിൽ നിന്നും പിരിക്കും. എന്ത് പിരിക്കും? 4% കിട്ടും. 1 കോടി അടിച്ചു എന്ന് പറഞ്ഞ് ഏകദേശം പകുതിയോളം ഗവൺമെന്റ് പിടിച്ചെടുത്തോണ്ട് പോയി കേട്ടോ. 12,88,26,000 രൂപയാണ് ഭാഗ്യവാന് കിട്ടുക. അപ്പൊ ഇങ്ങനെ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ലോട്ടറി അടിച്ചല്ലോ എന്ന് വിചാരിച്ച് വീണ് മരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സിനിമയിൽ ഓർമ്മയില്ലേ, നമ്മുടെ ഇന്നസെന്റ് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് വീഴുന്നത് ഓർമ്മയുണ്ടോ? ബോധം കെട്ട് വീഴുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് മനസാന്നിധ്യത്തോടു കൂടി വേണം ലോട്ടറി അടിക്കുന്നവൻ ഇരിക്കാൻ. കാരണം അദ്ദേഹം ഓർക്കണം, ഈ ലോട്ടറി അടിച്ചതോടുകൂടി തന്നെ ഭാഗ്യലക്ഷ്മി എന്നെ വിട്ടുപോകുന്നു എന്ന്. ഭാഗ്യലക്ഷ്മി എങ്ങനെയാ വിട്ടുപോകുന്നതെന്ന് നമ്മളിപ്പോ കണ്ടില്ലേ. അതായത് 25 കോടി ലോട്ടറി അടിച്ചവന്റെ കയ്യിലേക്ക് എത്ര കോടിയാ കിട്ടുന്നത്? 12,88,26,000 രൂപ. ബാക്കി മുഴുവനും പുറത്തേക്ക് പോയി, നികുതിയായിട്ട് പിടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭാഗ്യലക്ഷ്മി ചെതറിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതുപോലെ ഭാഗ്യലക്ഷ്മി നമ്മളെ കുറേശ്ശെ കളയും. എങ്ങനെയാണെങ്കിൽ നമ്മൾ തീരെ യുക്തിസഹമല്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ ഭാഗ്യലക്ഷ്മി നമ്മളെ കൈവിട്ടു പോവുക തന്നെ ചെയ്യും. അങ്ങനെ അപ്പൊ എന്താ വേണ്ടത്? ഭാഗ്യലക്ഷ്മി നമ്മളുടെ കൂടെ നിൽക്കണമെങ്കിൽ യുക്തിസഹമായി തന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. എങ്ങനെ യുക്തിസഹമായി ചിന്തിക്കുക? അയ്യോ എൻ്റെ അമ്മയ്ക്ക് വയ്യായി, എൻ്റെ അച്ഛന് വയ്യായി, അല്ലെങ്കിൽ എനിക്ക് വയ്യായി എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന ആൾക്കാരെ കണ്ണുമടച്ച് വിശ്വസിച്ച് വെറുതെ കിട്ടിയ പണമല്ലേ, എന്നാ ഇത് നീ കൊണ്ടുപോകൂ എന്ന് ഓർക്കരുത്. അങ്ങനെ ഓർത്ത് കൊടുക്കരുത്. യഥാർത്ഥ സ്ഥിതി അന്വേഷിച്ചാലും അപ്പൊ ഓർക്കുക, ഒരു ലോട്ടറി കിട്ടിപ്പോയെന്ന് പറഞ്ഞവൾക്ക് ഞാൻ എന്തിനാ ഈ ലോകത്തെ രോഗികളെയും ഒക്കെ എടുക്കാൻ പോകുന്നത്? അതിനൊക്കെ ഇവിടെ സർക്കാരുണ്ട്. സർക്കാരിന്റെ ഡ്യൂട്ടിയാണ് ആരോഗ്യ മേഖലയിലും ഹെൽത്ത് സെക്ടറിലും ഒക്കെ പണം ചെലവഴിക്കുക. ഞാൻ തന്നെ എൻ്റെ ലോട്ടറി വരുമാനത്തിന്റെ 4% ഹെൽത്തിന്, ആരോഗ്യത്തിന്, എഡ്യൂക്കേഷന് എന്ന് പറഞ്ഞ് സെസ് കൊടുത്തു കഴിഞ്ഞു. ഇനി പിന്നെ ഞാൻ എന്തിനാ ഇയാൾക്ക് പണം കൊടുക്കുന്നത്? ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ, ഞാൻ ഇത്ര തരത്തിൽ നിങ്ങളെ സ്വാർത്ഥനാകാൻ സഹായിക്കുന്നു അല്ലേ, ഉപദേശിക്കുന്നു അല്ലേ? ഞാൻ സ്വാർത്ഥനാകാൻ ഉപദേശിക്കുകയല്ല. ഭാഗ്യലക്ഷ്മി നിങ്ങളെ കൈവിട്ടു പോകാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് എത്രമാത്രം വേണ്ടപ്പെട്ട ആളാണ്, ആ വ്യക്തി പറഞ്ഞിരിക്കുന്നതിൽ എത്ര സത്യം ഉണ്ട്, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഏതെങ്കിലും പൈസ. അപ്പൊ അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ നികുതികളൊക്കെ അടച്ച രസീതുകൾ വാങ്ങിക്കുക. ആ രസീതുകളൊക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആയിട്ട് സൂക്ഷിക്കുക. ഈ പണം ചെലവഴിച്ച് തീരുന്നത് വരെ എവിടെയൊക്കെ ഈ പണം എടുത്ത് ചെലവഴിക്കാൻ ചെല്ലുന്നുവോ അവിടെയൊക്കെ 1 ലക്ഷത്തിലധികം ചെലവഴിക്കുന്നുവെങ്കിൽ അവിടെ ഉടനെ തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ടാക്സ് ഈ 12 കോടി എന്നൊക്കെ പറഞ്ഞാൽ അത്ര ചെറിയ തുകയല്ല. അപ്പൊ ആ 12,88,26,000 ചെലവായി കഴിയുന്നത് വരെ നമ്മളോട് നികുതി എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ചോദിക്കാം. അവർക്ക് അറിഞ്ഞുകൂടല്ലോ ലോട്ടറി അടിച്ച പണമായത് ലോട്ടറിക്കാർ തന്നെ അതിന്റെ നികുതിയൊക്കെ എടുത്തിട്ടുണ്ട്, ഈ പാവത്തിനോട് ഇനിയും നികുതി മേടിക്കരുത് എന്നൊന്നും ഈ പണം കൈകാര്യം ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് കാണിച്ച് ഇതിന്റെയൊക്കെ നികുതി അടച്ചതാണെന്നുള്ളത് പറഞ്ഞ് ചെലവഴിക്കാൻ വേണം. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ്സ് വളരെ സുരക്ഷിതമായ രീതിയിൽ സൂക്ഷിക്കുക. അപ്പൊ അത് ഒന്ന്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി എങ്ങനെയാണ് ഈ പണം ചെലവഴിക്കുക. വളരെ നല്ല രീതിയിൽ ആലോചിച്ച്, അതായത് എൻ്റെ വീട് എങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ എത്ര മക്കളുണ്ട്, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എത്ര കഴിഞ്ഞു, ഇനി എത്ര വരാനിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ ആവശ്യത്തിനും വേണ്ടി ഈ ഫണ്ട് ഞാൻ എങ്ങനെ വിനിയോഗിക്കണം, അതിനെ എങ്ങനെ അപ്പോർഷൻ ചെയ്യണം, എങ്ങനെ വീതിച്ചു വെക്കണം, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി, വീടിനോ വസ്തുവിനോ വേണ്ടി എന്ത് ചെയ്യണം, മകളുടെ കല്യാണത്തിന് വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ തരത്തില് ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട്, അത് മുൻകൂട്ടി നമ്മൾ സ്വപ്നം കാണുകയല്ല ചെയ്യേണ്ടത്,
വളരെ കൃത്യതയോടുകൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്ന, ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒരാളെയോ രണ്ടുപേരെയോ കൂട്ടി, അതല്ലെങ്കിൽ ഇതിനുള്ള എക്സ്പേർട്സ് ഉണ്ട്, ആ എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത്, അതായത് ഒരു ഫിനാൻഷ്യൽ പോളിസി എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ അവസാന തീരുമാനത്തിലെത്തി ഈ പണം എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചെയ്യുക. അതല്ലാതെ പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്ത് ഞാൻ ദാനശീലനാണെന്ന് വരുത്താം, അങ്ങനെയൊക്കെ എനിക്ക് 1ാം സ്ഥാനം ഇവിടെ മേടിച്ചു കളയാം എന്നൊക്കെ വിചാരിച്ചാൽ ഭാഗ്യലക്ഷ്മി കൈവിട്ടു പോകും, ലോട്ടറി അടിച്ച പണം പോകും, പണ്ടത്തെ പോലെ പാപ്പരായിട്ട് നടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ ഇരിക്കണമെന്ന് വിചാരിച്ചു വേണം നമ്മൾ നമ്മുടെ ഓരോ ചുവടും മുമ്പോട്ട് വയ്ക്കാൻ, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ. 1961 ആദായ നികുതി നിയമം അനുസരിച്ച്, ആദായ നികുതി നിയമം എന്ന് വെച്ചാൽ 194B, ആദായ നികുതി നിയമം 194B പ്രകാരം ലോട്ടറി അടിക്കുന്നവരിൽ നിന്ന് ലോട്ടറിയുടെ നികുതികളൊക്കെ ഈടാക്കിയതിന് ശേഷം മാത്രമേ ആ പണം ലോട്ടറി അടിച്ചവന് കൈമാറേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ കൈമാറുന്നത് ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ 25 കോടിയുടെ ലോട്ടറിയാണ്. ആ 25 കോടിയുടെ ലോട്ടറി അടിച്ചാൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ നികുതി കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓണം ബമ്പർ 25 കോടിയുടേതാണ്. അപ്പൊ 25 കോടി അടിച്ചവർക്കല്ല, അല്ലാതെ 1 കോടി തുടങ്ങുന്നവരുടെ, അതായത് 1 കോടി രൂപ സമ്മാനം അടിച്ചാൽ 10% ഏജന്റ് കമ്മീഷനായിട്ട് കൊടുക്കണം. അപ്പൊ ഈ 1 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം രൂപ. അപ്പൊ പിന്നെ 90 ലക്ഷം രൂപയാണ് ലോട്ടറി അടിച്ചവന് കിട്ടുക. അതിൽ നിന്നാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ് പിരിച്ചെടുക്കുന്നത്. അപ്പൊ ഇൻകം ടാക്സ് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻകം ടാക്സ് പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്. കാരണം ഇൻകം ടാക്സ്, ഡയറക്റ്റ് ടാക്സസ് ഒക്കെ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അങ്ങനെ ഈ പറയപ്പെട്ട ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് ലോട്ടറി വഴിയുള്ള ഇൻകം ഒരു ഡയറക്റ്റ് ഇൻകം ആണ്. അതപ്പോ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ് ആ നികുതി പോകേണ്ടത്. അപ്പം അങ്ങനെ ഇതിന്റെ ഈ 90 ലക്ഷം രൂപ ബാക്കി ഉണ്ടല്ലോ, ആ 90 ലക്ഷത്തിന്റെ 30% TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDS ആയിട്ടുള്ളത് 30%. 90 ലക്ഷത്തിന്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 30 ഡിവൈഡഡ് ബൈ 90 ഈസ് ഈക്വൽ ടു, ആ എമൗണ്ട് എത്രയാണ്? 27 ലക്ഷമാണ് അതിന്റെ തുക. 27 ലക്ഷം രൂപ TDS ആയിട്ട് ഈ 90 ലക്ഷത്തിൽ നിന്ന് പിടിക്കും. ബാക്കിയാണ് ലോട്ടറി കിട്ടിയവന് ലഭിക്കുക. അപ്പൊ ബാക്കി ഉള്ള തുകയായിട്ട് അതിൽ നിന്ന് ഇനി എന്താ ചെയ്യുക? ബാക്കി എത്രയുണ്ട്? 63 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. ഈ 63 ലക്ഷം രൂപയിൽ നിന്നും പിരിക്കും. എന്ത് പിരിക്കും? 4% സെസ് പിരിക്കും. എന്തിനൊക്കെയാണ്? അതായത് 4% സെസ്, എഡ്യൂക്കേഷൻ സെസ്, ഹെൽത്ത് സെസ്, ആരോഗ്യത്തിനുള്ളത്. അതായത് ഈ ലോട്ടറി അടിച്ചവന്റെ ആരോഗ്യത്തിനല്ല കേട്ടോ, നാട്ടിലുള്ളവരുടെ ആരോഗ്യത്തിന്, അതായത് സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ആരോഗ്യ സെസ്സായിട്ടും എഡ്യൂക്കേഷൻ സെസ്സായിട്ടും പോകുന്നു. ആ എമൗണ്ട് എടുത്ത് പിന്നെ ബജറ്റ് വഴിയായിട്ട് ഗവൺമെന്റ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി ചെലവഴിക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ 63 ലക്ഷത്തിന്റെ 4% എത്രയാണ്? അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ഡിവൈഡഡ് ബൈ 63, അങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിന്റെ പെർസെന്റേജ് കിട്ടാം. 1.18 ലാക്ക് ആണ് റിസൾട്ട്. അതായത് 1.18 ലക്ഷം, 1,18,000 രൂപയാണ് അങ്ങനെ സെസ് ആയിട്ട് പിടിക്കുക. അങ്ങനെ ഒരു ലോട്ടറി അടിക്കുന്നവരിൽ നിന്ന് ഈ പറയപ്പെട്ട ഏജന്റ്സ് കമ്മീഷൻ 10%, TDS 30%, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%, എല്ലാം കിഴിച്ച് 59,11,200 രൂപ, 59,11,200 രൂപയാണ് കയ്യിലേക്ക് കിട്ടുക. 1 കോടി ലോട്ടറി അടിച്ചവന്റെ കയ്യിൽ കിട്ടുക. 1 കോടി അടിച്ചു എന്ന് പറഞ്ഞ് ഏകദേശം പകുതിയോളം ഗവൺമെന്റ് പിടിച്ചെടുത്തോണ്ട് പോയി കേട്ടോ. 59,11,200 രൂപ, 59,11,200 രൂപയാണ് കയ്യിലേക്ക് കിട്ടുക. അപ്പൊ 1 കോടി അടിച്ചവന്റെ ഏകദേശം പകുതിയോളം എന്ന് പറഞ്ഞാൽ 41 ലക്ഷവും നികുതിയായിട്ട് പോയി എന്നർത്ഥം.
അപ്പം ഈ പണ്ടൊക്കെ ആണെങ്കിൽ 10,000-ന് മുകളിലുള്ള സമ്മാനങ്ങൾക്കായിരുന്നു നികുതി. 10,000 തൊട്ട് താഴെയുള്ളവയ്ക്ക് നികുതി ഇല്ലായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇൻകം ടാക്സ് ആക്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ മൂലം 2-3 ലോട്ടറി അടിച്ചു എന്നിരിക്കട്ടെ ഒരു വർഷം, അപ്പോ 30,000 രൂപയായി. 10,000 രൂപയുടെ ലോട്ടറി അടിച്ചാൽ 30,000 രൂപയായി. അപ്പം അതിന് ഈ പറയപ്പെട്ട കണക്കനുസരിച്ച് ലോട്ടറിക്കുള്ള നികുതി കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പല ലോട്ടറികളിൽ നിന്നായി 1 കോടി അടിച്ചു അല്ലെങ്കിൽ അങ്ങനെ എമൗണ്ട് വന്നെങ്കിൽ അതിനനുസരിച്ച് പിന്നെ പലിശ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഓണം ബമ്പറിലേക്ക് പോകാം. 25 കോടി, 1 കോടിയുടെ കഥ അങ്ങനെയാണെങ്കിൽ 25 കോടിയുടെ കഥ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന്. അപ്പോൾ ഈ ഓണം ബമ്പർ 25 കോടി അടിച്ചവര് എങ്ങനെയാണ് അത് നികുതി അവരും തമ്മിലുള്ള എങ്ങനെയാണ് അവർ ആ നികുതി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പുതിയ GST പരിഷ്കരണത്തിന്റെ നിയമം ഇവിടെ ബാധകമല്ല. ശ്രീ ബാലഗോപാൽ, നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഈ പഴയ നികുതി രീതിയിൽ തന്നെയാണ് ഈ വർഷവും ലോട്ടറി കണക്കാക്കുക. അടുത്ത വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും 40% കൊണ്ടുപോകണോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കും എന്നാണ്. കഴിഞ്ഞ വർഷം നിലവിലിരുന്ന അതേ നികുതി സമ്പ്രദായം തന്നെയാണ് ഇപ്പോഴും തുടരാൻ പോകുന്നത് എന്ന് കിട്ടിയ വെളിച്ചത്തിലാണ് ഞാൻ ഈ കണക്കുകൾ ഇവിടെ. 25 കോടിയുടെ 10% ഏജന്റ് കമ്മീഷൻ. അപ്പോൾ ഈ 10% എന്ന് പറയുന്നത് എത്ര കോടി രൂപയാണ്? 2.5 കോടി, 2,50,00,000 രൂപയാണ് ഏജന്റ് കമ്മീഷനായിട്ട് മാറ്റിവെക്കേണ്ടത്. അപ്പൊ അത്രയും അങ്ങനെ പിടിക്കുന്നു. പിന്നെ ബാക്കി എത്ര കോടിയുണ്ട്? 22.5 കോടിയാണ് ഉള്ളത്. 10 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് 30% ആദായ നികുതി ബാധകം. 10 ലക്ഷത്തിന് മുകളിലുള്ള ഇൻകത്തിന്, അതായത് കഴിഞ്ഞ ബജറ്റിൽ കൊണ്ടുവന്നാണ് 10 ലക്ഷം വരെ ആദായ നികുതി ഇളവ്. അപ്പൊ ആ 10 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് 30%, അതിന് മുകളിലാണെങ്കിൽ 30% നികുതിയാണ് ബാധകം. ഇത് ലോട്ടറി വകുപ്പ് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഈ ലോട്ടറി അടിക്കുന്നവനിൽ നിന്ന് പിടിച്ച് ലോട്ടറി വകുപ്പ് ഡയറക്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് വകുപ്പില് അടയ്ക്കും. അതാണ് ചെയ്യുക ഈ 30%. അങ്ങനെ 22.5 കോടിയുടെ 30% എത്ര രൂപ വരും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 ഡിവൈഡഡ് ബൈ 22.5 അങ്ങനെ ചെയ്ത് പെർസെന്റേജ് കാണുമ്പോൾ നമുക്ക് കിട്ടും 6.75 കോടി. 6.75 കോടിയാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഈസ് 6.75 കോടിയാണ്. 6.75 കോടി 22.5 കോടിയിൽ നിന്ന് കിഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുണ്ട്? 15.75 കോടി രൂപ അവശേഷിക്കുന്നു. അതിൽ നിന്നാണ് സർചാർജ്. 50 ലക്ഷത്തിന് മുകളിൽ വരുന്ന വരുമാനങ്ങൾക്ക് സർചാർജ്, അതായത് 50 ലക്ഷം മുതൽ 1 കോടി വരെ 10% സർചാർജ്. 2 കോടി മുതൽ 5 കോടി വരെ 25% സർചാർജ്. 5 കോടിക്ക് മുകളിൽ 37% സർചാർജ്. 5 കോടിക്ക് മുകളിൽ നമുക്കിവിടെ 15.75 കോടിയുണ്ട്. അപ്പം നാച്ചുറലി 37% സർചാർജ്. അതായത് നമുക്ക് ലോട്ടറിക്കാരന് അവശേഷിക്കുന്ന 15.75 കോടിയുടെ 37% സർചാർജ് ആയിട്ട് ഗവൺമെന്റ് പിടിച്ചുകൊണ്ട് പോകുന്നു. എത്ര വരും അത്? ഈ 37% സർചാർജ് എന്ന് പറഞ്ഞാല് 2.5 കോടി സർചാർജ് ഇനത്തിൽ ഗവൺമെന്റ് പിന്നെയും പിടിക്കുന്നു. അപ്പൊ ബാക്കി എത്രയുണ്ട്? അതെ, 15.75 കോടിയിൽ നിന്ന് 2.5 കോടി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 13.25 കോടി. അതായത് സർചാർജ് ആയിട്ട് പിടിക്കുന്നത് 2.5 കോടി. 15.25 കോടിയിൽ നിന്ന് 2.5 കോടി പോയി കഴിഞ്ഞാൽ 13.25 കോടി ബാക്കി വരുന്നു. ഇനി ഇതിന് പുറമെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. 13.25 കോടിയിൽ നിന്ന് 37 ലക്ഷം, അതായത് 13.25 കോടിയുടെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 37 ലക്ഷം. ഈ 37 ലക്ഷം നമ്മുടെ 13.25 കോടിയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ബാക്കി നമ്മുടെ ഭാഗ്യവാന് കിട്ടുന്നത് 12,88,26,000 രൂപ. 12,88,26,000
88,26,26,000 രൂപയാണ് ഭാഗ്യവാന് കിട്ടുക.